അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കയിൽ ഏറ്റവും പരിമളം പരത്തുന്ന വ്യക്തി, സദസ്സുകളുടെ അലങ്കാരം എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഖുറൈശി ഗോത്രത്തിലെ ബനു അബ്ദുദ്ദാർ വംശത്തിൽ ജനിച്ച അദ്ദേഹം ഐശ്വര്യത്തിൻ്റെയും സുഖസമൃദ്ധികളുടെയും പട്ടുമെത്തയിൽ വളർന്നു വന്ന വ്യക്തിയാണ്. ഇസ്ലാം സ്വീകരിച്ചതോടെ സത്യവിശ്വാസത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും നിത്യോദാഹരണമായി അദ്ദേഹം മാറുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അക്കാലത്ത് മക്കയിൽ പ്രചരിച്ച വാർത്തകൾ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിലും എത്തുകയാണ്. ആ കാലത്ത് മക്കയുടെ ഏതു ഭാഗത്തും രാപ്പകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ പ്രബോധനവുമാണ് വലിയ ചർച്ചാ വിഷയം. മുസ്ലിങ്ങൾ ദാറുൽ അർഖമിൽ ഒരുമിച്ച് കൂടാറുണ്ട് എന്ന് മനസ്സിലാക്കിയ മുസ്അബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി ഒരു വൈകുന്നേരം അവിടെ എത്തിച്ചേരുകയാണ്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഖുർആൻ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുകയും അവരോടൊപ്പം നമസ്കരിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട മുസ്അബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഖുനാസ് ബിന്ത് മാലിക് ശൗര്യവും ശക്തിയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയമാണ്. മക്കയിലെ എല്ലാ പ്രമുഖന്മാരും ഒരുമിച്ച് എതിർത്താലും അവരെയൊക്കെ നേരിടാൻ അദ്ദേഹം തയ്യാറാണ്. എന്നാൽ മാതാവിൻ്റെ എതിർപ്പ് സഹിക്കാനുള്ള കെൽപ്പില്ല. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ അനുകൂലമായി തീരുന്നതുവരെ തൻ്റെ മതപരിവർത്തനം രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ മക്കയിൽ അക്കാലത്ത് രഹസ്യങ്ങളുണ്ടായിരുന്നില്ല. അർക്കമിൻ്റെ വസതിയിൽ അദ്ദേഹം കയറുന്നത് കണ്ട ഒരാൾ വിവരം മുസ്അബിൻ്റെ മാതാവിനെ അറിയിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ മാതാവും കുടുംബാംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തിനെ വിചാരണ ചെയ്യുകയാണ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ തത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പഠിച്ച ഖുർആൻ ആയത്തുകളുമൊക്കെ അവരെ കേൾപ്പിക്കുകയാണ്. ഇതൊക്കെ കേട്ട മാതാവ് വീടിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ അദ്ദേഹത്തെ കെട്ടിയിടുകയാണ്. കുറച്ചുനാൾ ബന്ധനത്തിൽ അങ്ങനെ കഴിച്ചുകൂട്ടി. മുസ്ലിങ്ങളിൽ ചിലർ അബിസീനിയയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ മാതാവിൻ്റെയും കാവൽക്കാരുടെയും ഒക്കെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം അബിസീനിയയിലേക്ക് നാടുവിട്ടു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വീണ്ടും അബിസീനിയയിലേക്ക് തന്നെ മടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇരിക്കുന്ന സദസ്സിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ദയനീയ രൂപവും വേഷവും കണ്ട് അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആർഭാട വസ്ത്രങ്ങളണിഞ്ഞ് പരിമളം പരത്തിയിരുന്ന പഴയ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും മനസ്സിലൂടെ കടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മുമ്പ് ഈ മുസ്അബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മക്കയിൽ ഇദ്ദേഹത്തെ പോലെ മാതാപിതാക്കളുടെ അടുക്കൽ സുഖസമൃദ്ധിയിൽ കഴിഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അള്ളാഹുവിനോടും നബിയോടുമുള്ള സ്നേഹത്താൽ അതെല്ലാം അദ്ദേഹം വെടിയുകയായിരുന്നു. അബിസീനയിൽ നിന്നും മടങ്ങി വന്ന മകനെ വീണ്ടും ബന്ധനസ്ഥനാക്കാൻ മാതാവ് ശ്രമം നടത്തിയെങ്കിലും അതിൽ വിജയിക്കാതെ ഇരുന്നപ്പോൾ അവർ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അവരെ ഉപദേശിക്കുന്നുണ്ട്. ഉമ്മ, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. നിങ്ങൾ എൻ്റെ ഉപദേശം കേൾക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. എന്നാൽ അവർ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മുസ്അബ് റളിയല്ലാഹു അൻഹു ആകട്ടെ ദീനിനു വേണ്ടി സുഖസമൃദ്ധിയുടെ മടിത്തട്ടിൽ നിന്നും യാതനകളുടെ ഞെരിപ്പോടിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. പരുക്കൻ വസ്ത്രമണിഞ്ഞും ഒരു ദിവസം കഴിച്ചാൽ ദിവസങ്ങളോളം പട്ടിണി കിടന്നും ദിനരാത്രങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി. ഈ ഒരു ഘട്ടത്തിലാണ് സുപ്രധാനമായ ഒരു ചുമതല നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി ഇതിനകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിജ്ഞ ചെയ്ത ആളുകളെ മതവിജ്ഞാനം പഠിപ്പിക്കുക, മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും പലായനത്തിന് മദീനയെ സജ്ജമാക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന് നൽകിയ ചുമതല. ആ ഘട്ടത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു ഉത്തരവാദിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മദീനയിലെത്തിയ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒന്നാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത 12 മുസ്ലിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മാസങ്ങൾ കൊണ്ട് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ അത്ഭുതകരമായി വർദ്ധിച്ചു.
അടുത്ത വർഷത്തെ ഹജ്ജ് വേളയിൽ 70-ൽ പരം മുസ്ലിങ്ങളാണ് മദീനയിൽ നിന്നും മക്കയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രണ്ടാം അഖബ ഉടമ്പടിയിൽ ഏർപ്പെട്ടത്. മദീനയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആതിഥേയൻ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തോടൊപ്പം മുസ്അബ് റളിയല്ലാഹു അൻഹു ഗോത്രങ്ങളും വസതികളും സദസ്സുകളും കയറിയിറങ്ങി പ്രബോധനം നിർവഹിക്കുകയാണ്. അത്തരം ഒരു സദസ്സിലിരിക്കുമ്പോഴാണ് അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൻ്റെ തലവനായ ഉസൈദ് ബിൻ ഹുദൈർ ഊരിപ്പിടിച്ച വാളുമായി രോഷത്തോടുകൂടി പാഞ്ഞെടുത്തത്. ഈ സന്ദർഭത്തിൽ പതറാതെ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾ ഇരിക്കുക, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഞങ്ങൾ പറയുന്നത് ശരിയല്ലെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രദേശം വിട്ടു പോകാം. ഇത് കേട്ട ഉസൈദിന് അത് നല്ലൊരു നിർദ്ദേശമാണെന്ന് തോന്നി. കുഴപ്പമൊന്നും കൂടാതെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിന്നും ഓടിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഉസൈദ് ഇതിനെ കണക്കാക്കിയത്. അങ്ങനെ അദ്ദേഹം മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഖുർആൻ വചനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ മുസ്അബ് റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുക്കുകയാണ്. അത് കേട്ടതോടുകൂടി ഉസൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇത് എന്തുമാത്രം ഉത്തമവും സത്യസന്ധവുമാണ്. ഇതിൽ ചേരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ശരീരവും വസ്ത്രവും ശുദ്ധി വരുത്തണം. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കണം. ഇത് കേട്ട് ഉസൈദ് റളിയല്ലാഹു അൻഹു പോയി കുളിച്ച് വൃത്തിയായി വന്ന് ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ വാർത്ത മദീനയിലുടനീളം പരക്കുകയാണ്. ഔസ് ഖസ്റജ് ഗോത്രത്തിൻ്റെ തലവന്മാരായ സഅദ് ബിൻ മുആദും സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയവരും ഇസ്ലാം സ്വീകരിച്ചു. അതോടുകൂടി ജനങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നു. അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അടിത്തറ പാകുകയാണ്. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം നടന്നു. തുടർന്ന് ഹിജ്റ 3-ാം വർഷം ഉഹുദ് യുദ്ധത്തിലേക്ക് കടന്നു. മുസ്ലിങ്ങൾ മരിക്കാൻ തയ്യാറായി സ്വയം മുന്നോട്ട് വരികയാണ്. കൊടി ഏൽപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടുപിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അണികളിൽ ചുറ്റി നടക്കുകയാണ്. അദ്ദേഹം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. യുദ്ധം കടുത്തു. ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയത്തിലേക്ക് നീങ്ങി. ഖുറൈശികൾ പിന്തിരിഞ്ഞോടി. ഈ ഘട്ടത്തിൽ മലയുടെ മുകളിൽ കാവൽ നിർത്തിയിരുന്ന വില്ലാളികൾ താഴേക്കിറങ്ങി വന്ന് യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിക്കാൻ ആരംഭിച്ചു. ഈ സന്ദർഭം മുതലാക്കി ഖുറൈശി കുതിരപ്പട മലയിലൂടെ ഓർക്കാപ്പുറം ചാടി വീണ് വാൾ പ്രയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ശത്രുക്കളുടെ പ്രധാന ഉന്നം. അപകടം മനസ്സിലാക്കിയ മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു കൈയിൽ കൊടിയും മറ്റേ കൈയിൽ വാളും ഉയർത്തിപ്പിടിച്ച് അത്യുച്ചത്തിൽ തക്ബീർ മുഴക്കി ശത്രുക്കളോട് പൊരുതിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ശത്രുക്കളുടെ ശ്രദ്ധ തെറ്റിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം മുഴുവൻ. എന്നാൽ അദ്ദേഹത്തെ വധിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് ഖുറൈശികൾ തീരുമാനിച്ചത്. ഉഹുദിൽ പതാക വഹിച്ച മുസ്അബ് ഇബ്നു ഉമൈർ മുസ്ലിങ്ങൾ തോറ്റു പരക്കം പാഞ്ഞപ്പോൾ അതുമായി ഉറച്ചു നിന്നു. ഒരു കുതിരപ്പടയാളി വന്ന് അദ്ദേഹത്തിൻ്റെ വലങ്കൈ വെട്ടിമുറിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ പ്രവാചകന്മാരെപ്പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു കൊടി ഇടത്തെ കൈയിൽ മുറുക്കി പിടിച്ചു. അപ്പോൾ ഇടത് കൈയും അവർ വെട്ടിമുറിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ പ്രവാചകന്മാരെപ്പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞ് കൊടി മാറോട് ചേർത്തു. എന്നാൽ അപ്പോഴേക്കും 3-ാമത്തെ കുത്തിന് കുന്തം നെഞ്ചിൽ തുളച്ചു കയറി. മുസ്അബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തോടൊപ്പം കൊടിയും നിലംപതിച്ചു. അദ്ദേഹം ഷഹീദായി. ശത്രുക്കൾ മടങ്ങിപ്പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും യുദ്ധഭൂമി സന്ദർശിച്ചുകൊണ്ട് ഷഹീദായവരെ ഖബറടക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അതിനിടയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൃതദേഹം കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പലായനം ചെയ്തു. തന്മൂലം ഞങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉറപ്പായി. ഇഹലോകത്തിൽ തീരെ പ്രതിഫലം ഭുജിക്കാതെ വിട്ടുപിരിഞ്ഞ ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ അതിൽപ്പെടുന്നു. ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹത്തെ പൊതിയാൻ ഒരു തട്ടം മാത്രമേ കിട്ടിയുള്ളൂ. അത് തലയിലിട്ടാൽ കാൽ വെളിയിലും കാലിലിട്ടാൽ തല വെളിയിലുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നിർദ്ദേശിച്ചു,
തലഭാഗം തട്ടം കൊണ്ട് മറയ്ക്കുക. കാലിന്മേൽ ചെടി പറിച്ചിട്ടാൽ മതി. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മക്കയിൽ വെച്ച് താങ്കളെ ഞാൻ കണ്ടു. അന്ന് താങ്കളെപ്പോലെ ആർഭാടപൂർവം വസ്ത്രമണിഞ്ഞ സുമുഖൻ അവിടെ വേറെ ആരുമുണ്ടായിരുന്നില്ല. ഇന്നിതാ താങ്കൾ പാറിപ്പറന്ന തലമുടിയോടെ ഒരു തട്ടത്തിൽ. അള്ളാഹുവിനോട് ചെയ്ത കരാർ പാലിച്ച ഒരു കൂട്ടം ആളുകൾ സത്യവിശ്വാസികളിലുണ്ട് എന്നർത്ഥം വരുന്ന ഖുർആൻ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. തുടർന്ന് യുദ്ധക്കളത്തിൽ ഷഹീദായ സ്വഹാബികളോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ രക്തസാക്ഷികളാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികളോട് പറയുകയാണ്, ജനങ്ങളെ, നിങ്ങൾ ഇവരെ സന്ദർശിച്ച് സലാം ചൊല്ലുക. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. അന്ത്യനാൾ വരെ ഏത് മുസ്ലിം അവർക്ക് സലാം ചൊല്ലിയാലും അവർ സലാം മടക്കാതിരിക്കില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉഹുദ് താഴ്വര സന്ദർശിക്കുമ്പോൾ അവിടെ വെച്ച് ഖബറിലുള്ളവരോട് സലാം പറയുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം